ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എഡിറ്റ് ചെയ്യാൻ മടിച്ച് മാറ്റി വെച്ചൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഇതൊരു എൻ്റെ റിലേറ്റീവ് എനിക്ക് തന്നൊരു ഓർഡറാണ്. അപ്പോൾ ഇത് ഒരു ഹാഫ് kg വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനേക്കായി ഞാനിപ്പോൾ 2 കോഴിമുട്ടയാണ്, ഒരു സ്റ്റാൻഡ് മിക്സർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് വാനില എസൻസും പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് ബീറ്റ് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഫ്ലോർ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനേക്കായി 1/2 കപ്പ് മൈദയും പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു 3 പ്രാവശ്യം ഇടഞ്ഞെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മൈദ ഒരു 3 പ്രാവശ്യമായിട്ട് ഒന്ന് ചേർത്ത് ഇടയ്ക്ക് പാലൂടെ ഒന്ന് ചേർത്ത് നമുക്കൊന്ന് മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് 6 ഇഞ്ച് ഒരു പാനിൽ ഞാനിപ്പോൾ ഓവനിലൊന്ന് 25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 3ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 1/2 കപ്പ് പാലിൽ 1/2 കപ്പ് തന്നെ പഞ്ചസാര ചേർത്ത് ഒരു സിറപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേക്കൊക്കെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 3 ലെയർ ഞാൻ ഇതുപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ബോർഡ് നമുക്ക് ഒന്ന് വെച്ചിട്ട്, ഞാനിപ്പോൾ റെക്ടാങ്കുലർ ബോർഡാണ് വെച്ചിരിക്കുന്നത്. അതിലൊരു അല്പം ക്രീം കൂടെ ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഫസ്റ്റ് ലെയർ നമുക്ക് വെക്കാം. വെച്ചിട്ടൊന്ന് ക്രീം ഒന്ന് നിരത്താം. അപ്പോൾ ക്രീം ഞാനിപ്പോൾ 1 കപ്പ് എടുത്ത് ക്രീം ചെയ്തതാണ്. ഇനി അതിലേക്ക് ഞാനിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയ ചെറിയ ക്രഷാണ്, അതുകൂടെ ഒന്ന് നിരത്തിയിട്ടുണ്ട്. ഇനി അല്പം മിൽക്ക് മേഡ് കൂടെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി വൈറ്റ് ചോക്ലേറ്റ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിടാം കേട്ടോ. അത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാകുമ്പോൾ നമുക്ക് നിറയെ ഒരു ഫില്ലിങ്സ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അത് നിറയെ ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് ലെയർ വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ നമ്മുടെ ക്രീം ഒന്ന് നിരത്തുക. അതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ചുറ്റും ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണേ, ഇല്ലെങ്കിൽ നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ ഒരു ബുദ്ധിമുട്ട് വരും. ഇതിൻ്റെ മീതെ ഇനി നമുക്ക് ക്രഷ് വീണ്ടും ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മിൽക്ക് മേഡും കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് നിറച്ച് നമുക്കൊന്ന് ഇതിന് ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുത്ത ഒരു ബാച്ച് നമുക്കിപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ നല്ല അതിൻ്റെ ഷേവിങ്സ് ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം എത്രത്തോളം ഇതിന് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ചേർക്കും അത്രത്തോളം കേക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി അടുത്ത് 3ാമത്തെ ലെയറും കൂടെ വെച്ച് ക്രീം ഒന്ന് നിരത്തി ക്രം കോട്ട് ചെയ്ത് ഞാനിപ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും കേക്ക് ഒരു ദിവസം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണേ, എങ്കിലേ നമുക്ക് കേക്ക് ഒരു നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. എത്ര ലേറ്റായിട്ട് വരുന്ന ഒരു ഓർഡർ ആണെങ്കിൽ പോലും ഞാൻ രാത്രി നിന്ന് ഈ ഒരു ഭാഗം ഇത്രയും വരെ ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത ശേഷം പിറ്റേ ദിവസമാണ് എപ്പോഴും ഞാൻ ഫൈനൽ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഫൈനൽ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് ഇതുപോലത്തെ ഒരു കാർഡ് വെച്ച് ചുറ്റിച്ചാൽ നമുക്ക് ഫിനിഷിങ് കിട്ടും. ഇനി ഒരു സ്ക്രേപ്പർ വെച്ച് സൈഡിൽ ഒരു ചെറിയൊരു ബോർഡർ വര കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു വിപ്പിംഗ് ക്രീം വെച്ച് ചെറിയൊരു ബോർഡർ ഡിസൈനും കൊടുക്കുന്നത്. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് നിറയെ വെച്ച് ഹാപ്പി ബർത്ത്ഡേ ഒന്ന് എഴുതി കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ ഓർഡർ എനിക്ക് തന്നത് എൻ്റെ റിലേറ്റീവ് ബിന്ദുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.